ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ. ട്രാവൽ വ്ളോഗ് എന്നാണോ ഇതിനെ പറയേണ്ടത്, ഫുഡ് വ്ളോഗ് എന്നാണോ ഇതിനെ പറയേണ്ടത്, അല്ല വെറുതെ ഉള്ളൊരു വ്ളോഗ് എന്നാണോ ഇതിനെ പറയേണ്ടത് എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും കുറേ വീഡിയോ ക്ലിപ്സ് എൻ്റെ ഉണ്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് ഇവിടെ കിടക്കട്ടെ. അപ്പോൾ താല്പര്യമുള്ളവർ കാണാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് കോഴിക്കോടേക്കാണ് കേട്ടോ. ഇതെൻ്റെ അനിയത്തി കസിൻ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പം നമ്മ എപ്പോഴും ഓളെപ്പോൾ എല്ലാവരും വെള്ളിയാഴ്ച ആകുമ്പോൾ പറയും ശനി ഞായർ ഓഫല്ലേ, അല്ല ലീവല്ലേ, നമുക്ക് എവിടെയെങ്കിലും പോയാലോ, രാവിലെ പോയി വൈകുന്നേരം വരുന്ന പോലെ കോഴിക്കോട് എവിടെയെങ്കിലും പോയിട്ട് വന്നാലോ. ദിവസം എല്ലാ വെള്ളിയാഴ്ച ആകുമ്പോൾ ഒരു റീൽസ്, അതും റിലേറ്റ് ചെയ്ത് കുറേ റീൽസ് അങ്ങ് അയച്ചു തരും. അങ്ങനെ കുറേ നാൾ നീട്ടി പോയിട്ട് അവസാനം നമ്മ ഈ ഒരു ശനിയാഴ്ച കണ്ണും പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. എവിടെ പോകുന്നു എന്തിനു പോകുന്നു ഒരു ഐഡിയ ഇല്ല കേട്ടാ. കോഴിക്കോടത്ത് ഒരുപാട് റീൽസ് എല്ലാം സേവ് ചെയ്ത് വെച്ചിന്, ഇന്ന സ്ഥലത്ത് ഫുഡ് ഉണ്ട് എല്ലാം അറിയാം. പക്ഷെ ഏടുന്ന് ഇടത്തേക്ക് പോകണം, കോഴിക്കോട് നാടിനെ പറ്റി ഒരു വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും വെറുതെ ഒരു യാത്ര എന്നുള്ള രീതിയിൽ ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമല്ലാത്തത്. കുറേ നാളായി പൊരക്കന്നെ ഇരിക്കും, അല്ലെങ്കിൽ സ്കൂളെല്ലാം പോയി വരുന്നു ഇത് തന്നെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെല്ലാം മടുപ്പുണ്ടല്ലോ. അപ്പം വെറുതെ ഒരു യാത്ര എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് അതിനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ രാവിലെ 6:30 ട്രെയിനാണ് കേട്ടോ കയറിയത്. ഭയങ്കര തിരക്കുണ്ടാവുന്നെല്ലാം വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷെ ഒരു മനുഷ്യനുണ്ടായിട്ടാ. നമ്മൾ സുഖമായി ഇരുന്നും കിടന്നും പിള്ളേർക്ക് കളിക്കാനൊക്കെ സ്ഥലം കിട്ടി. അങ്ങനെ രാവിലെ എത്തിയപ്പോൾ തന്നെ എന്തായാലും പിള്ളേരെല്ലാം ആകെ ഒരു അലാക്കായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ നേരെ ഒരു മാളിൽ കയറിയിട്ട് ഒന്ന് ഫ്രഷ് ആകുന്നുണ്ട് കേട്ടോ. പിള്ളേരെല്ലാം ഒന്ന് മൂത്രമൊളിപ്പിച്ച് നമ്മളൊന്ന് മുഖമെല്ലാം കഴുകി ഒന്ന് സെറ്റായി. അപ്പോൾ ഈ ഒരു മാളിൽ എൻ്റെ ഷെഫ് പിള്ളേരെ നോർത്ത് രസോയി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിന്. അപ്പോൾ അവരെല്ലാം കണ്ട്. അപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും എന്ത് ഞാനുണ്ടായതുകൊണ്ടായിരിക്കും ധൈര്യത്തിലോളം എൻ്റെ കൂടെ വിട്ടതെന്നില്ല അല്ലേ. അങ്ങനെയല്ല കേട്ടോ, അവർ രണ്ടാളും ഒരുപോലത്തെയാണ്. അതുകൊണ്ട് പെരക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ വേഗം വരും, വൈകുന്നേരം തിരിച്ചെത്തുന്നില്ലൊരു വിശ്വാസത്തിൽ വിട്ടാന്ന് കേട്ടോ. പിന്നെ കോഴിക്കോട് എല്ലാവരും ഉണ്ട്, അറിയുന്ന ആൾക്കാരെല്ലാം ഉണ്ടായതുകൊണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. പക്ഷേ അതിന് ശേഷം നമ്മൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറേ ഓപ്ഷൻസ് നമ്മൾ റീലെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വിശന്ന് പണ്ടാരടങ്ങിയിട്ട് സ്ഥലമൊന്നും അധികം തപ്പിപ്പോകാൻ നിന്നിട്ടാ നമ്മൾ നേരെ ചാമ്പ്യൻസിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല പൊട്ടും ബീഫ് കറിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറി മസാല ദോശയും സാധാരണ ദോശയെല്ലാം തിന്നണമെന്നായിരുന്നു കേട്ടോ പ്ലാന്. പക്ഷേ എവിടെ പോയാലും നമുക്ക് ലാസ്റ്റ് പൊറോട്ടയും ബീഫും മാത്രമേ പറയൂ. അങ്ങനെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ നല്ല റിവ്യൂസും ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സ് എല്ലാം ചെയ്തൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഹോല ബ്രൗണി കഴിക്കാനാണ് കേട്ടോ. പക്ഷെ അവിടെ പോകുമ്പോഴത്തേക്കാന്ന് പറഞ്ഞത് അവിടെ 1 മണിയാവും ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ആ ഒരു ആംബിയൻസിൻ്റെ എല്ലാം കുറേ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകണമെന്നുള്ളത് നമ്മളെ എന്താ പറയുക ലിസ്റ്റിലുള്ളൊരു കാര്യമായിരുന്നു. അപ്പം അവിടെ ഓപ്പൺ ആവാത്തതുകൊണ്ട് തന്നെ പൊരി വെയിലത്ത് നിന്നിട്ട് നമുക്ക് രണ്ടാക്കും അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും വെയിലായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ ചെയ്ത് നിന്നപ്പോൾ രണ്ടാളും പെട്ടെന്ന് ഓന്ത് മാറുന്ന പോലെ മാറി കോഴിക്കോട് നിർത്തുക, നേരെ മലപ്പുറത്തേക്ക് പോവുക. അവിടെ നമ്മളൊരു കസിൻ ഉണ്ട്, അതാകുമ്പോൾ വൈകുന്നേരം തിരിച്ചു പോകണ്ട. വേഗം മലപ്പുറത്ത് പോയി അവിടെ അന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് സൺഡേ നമുക്ക് റിട്ടേൺ പോകാമെന്നില്ല പ്ലാനിങ്ങിലായിട്ടാ. അങ്ങനെ കോഴിക്കോട് കാണാനുണ്ടായ എൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ടായിട്ട് അവരെല്ലാം കണ്ട് പിള്ളേരെല്ലാം കൊണ്ട് അങ്ങനെ ആ ഓല ബ്രൗണി തുറക്കാത്തതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. അപ്പം തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പാലുതയിൽ കയറിയിട്ട് ഒരു പേസ്ട്രിയും കോഫിയും കുറച്ച് ഒരു ജ്യൂസെല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് അപ്പോഴത്തേക്കും അവിടെ ഓപ്പൺ ആയി എന്ന് കണ്ടപ്പോൾ നേരെ അവിടെയും പോയിട്ട് നല്ല എന്താ പറയുക ന്യൂട്ടല്ല തിരാമിസും ബ്രൗണി വിത്ത് ഐസ്ക്രീമും വന്നിട്ട് നമ്മൾ കഴിച്ചത് ഹോല ബ്രൗണിന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളാം. ആംബിയൻസ് മാത്രമല്ല ഫുഡും സൂപ്പറാണ്. ആസ് യൂഷ്വൽ എന്തായാലും ഇങ്ങനത്തെ ഒരു കഫേയിൽ വന്നാൽ നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമല്ലോ. അങ്ങനെ അതെല്ലാം എടുത്ത് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാ. നല്ല രസമുള്ള സ്ഥലം. പിന്നെ അവിടെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക ബ്രൈഡ് ടു ബിയോ അങ്ങനത്തെ പാർട്ടീസെല്ലാം വെച്ച എന്താ പറയുക നല്ല ഫോട്ടോസെല്ലാം കിട്ടുന്ന അടിപൊളി കഫേ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ട്രെയിൻ നോക്കി മലപ്പുറത്തേക്ക് പോകാനില്ല. അപ്പം അത് ട്രെയിനിൻ്റെ സമയത്തിന് മുമ്പ് ഒരുപാട് സമയം ബാക്കിയുണ്ടാവും. നമ്മൾ നേരെ ലുലു മാളിലേക്ക് പോയി. കോഴിക്കോട് വന്നിട്ട് പുതിയതായിട്ട് തുടങ്ങിയ ലുലു മാൾ കണ്ടില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഒന്നും കൂടെ ഫ്രഷായി നമ്മൾ ട്രെയിനിൻ്റെ സമയം അപ്പം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പിന്നെന്താ കാര്യമായിട്ട് ട്രെയിനൊക്കെ കയറിയതാ ഇപ്പത്തൊന്നടുത്ത് അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങേണ്ടത്. കറക്റ്റ് അതിന് മുമ്പത്തെ സ്റ്റോപ്പിൽ ട്രെയിൻ ബെടക്കായി എന്ന് പറഞ്ഞാൽ ട്രെയിൻ വഴിക്കായി എൻജിൻ ഫെയിലായി എന്നാണ് പറഞ്ഞിട്ടാ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഏടുന്നല്ലോ എൻജിനെല്ലാം വന്ന് അതൊന്ന് ഫിറ്റ് ചെയ്തിട്ടല്ല എന്നിട്ട് ആ ട്രെയിൻ വിട്ടത്. ഒരു വല്ലാത്ത യാത്രയായിരുന്നു. ഇയോളാണെങ്കിൽ ഒറ്റ മൈൻഡിൽ നമുക്ക് കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്തല്ലേ. അങ്ങനെ ആ യാത്ര ഒരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ആ ട്രെയിൻ ഒന്ന് സ്റ്റാർട്ടായത്. അങ്ങനെ നമ്മൾ മലപ്പുറത്ത് എത്തിയിട്ടാ. സത്യം പറഞ്ഞാൽ നമ്മൾ പോകുന്ന ആ കസിൻ്റെ വീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. സർപ്രൈസ് ആയിട്ട് പോയതാന്നേ. അവിടെ എത്തിയ അതിലും വലിയ സർപ്രൈസ് ആയിരുന്നു. കാരണം അവർ കുറേ കാലങ്ങളായിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് മലപ്പുറത്ത് പോയി അവിടെ സെറ്റിൽഡ് ആയതാണ്. അപ്പോൾ അവർക്ക് അവിടെ തന്നെ അയൽവാസിയിലുള്ളൊരു ഫാമിലി പോലെ തന്നെയുള്ളൊരു ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മോളെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അവരതിൻ്റെ ഫുള്ള് ബിസി ആയിരുന്നു. അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ അവരെല്ലാവരും അതിൻ്റെ ഒരു തിരക്കിൽ. അപ്പോൾ അവർക്ക് എന്തായാലും ഇവരൊരു ആദിത്യം ഇത് അറിയാമല്ലോ മലപ്പുറക്കാരാണ്. ഞാൻ അന്ന് മറ്റേ കല്യാണത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവർക്കൊരു ഭയങ്കര എന്താ പറയുക നമ്മളിങ്ങനെ തിന്നാൻ കളിക്കുക അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് കയറി ചെന്നപ്പോൾ എന്താ പറയുക എൻഗേജ്മെൻറ്റിൻ്റെ തിരക്കും നമ്മളെ നോക്കണോ അത് അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷൻ. പിന്നെ നമുക്ക് അങ്ങനത്തെ ഫോർമാലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ കൂടി പിള്ളേരൊക്കെ കുറേ കളിച്ച് അങ്ങനെ പിറ്റേന്ന് ആ എൻഗേജ്മെൻറ്റും ജസ്റ്റ് ഒന്ന് കയറിയിട്ട്
വേഗം നമ്മൾ തിരിച്ച് വന്നിട്ട് സൺഡേ നമ്മൾ രാവിലെ തന്നെ ട്രെയിൻ കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇതിവിടെ കിടക്കത്തെ ഒരു വല്ലാത്തൊരു യാത്രയായിരുന്നു കേട്ടോ, ഓർമ്മക്കിടെ കിടക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.